പണ്ട് CD അന്വേഷിച്ച് കോയമ്പത്തൂർ പോയതുപോലെ, സ്വർണ സുരേഷിനെ തേടി ബാംഗ്ലൂർ വരെ പോയതുപോലെ, എന്തിനധികം നമ്മുടെ സുകുമാരക്കുറുപ്പിനെ അന്വേഷിച്ച് ഇന്ത്യ മൊത്തം കറങ്ങിയതുപോലെ, അങ്ങനെയുള്ളൊരു നീണ്ട യാത്രയായിരുന്നു പോറ്റിക്ക് പിറകെ ആൾക്കാർ നടത്തിക്കൊണ്ടിരുന്നത്. വളരെ നല്ലതാണ്. പക്ഷെ പിന്നീടാണ് അറിഞ്ഞത്, അടൂരുള്ള ഒരു പ്രകാശേട്ടൻ വഴി ഇദ്ദേഹം ന്യൂഡൽഹിയിലെ അക്ബർ റോഡിലെ ഒരു മന്ദിരത്തിൽ കൂടി ദർശനം കൊടുക്കുകയുണ്ടായി എന്ന്. അതിനുശേഷം പോറ്റിയുടെ പിറകെ പോകാൻ ആർക്കും അങ്ങനെ പൊതുവെ താല്പര്യമില്ല. നല്ല കാര്യം. ഒരാൾക്ക് പിറകെ മാത്രമല്ല നമ്മുടെ സമൂഹം ചുറ്റിത്തിരിയേണ്ടത് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇങ്ങനെ ഒരുപാട് പേരുണ്ടായിട്ടുണ്ട്. പണ്ടൊരു ജോൺസൺ പ്ലാവുങ്കൽ എന്ന് പറഞ്ഞൊരു അദ്ദേഹം നല്ലൊരു മികച്ചൊരു വ്യക്തിയായിരുന്നു. ജോൺസൺ പ്ലാവുങ്കൽ നല്ലൊരു വ്യക്തിയായിരുന്നു. പഴയ സാധനങ്ങൾ പുതിയതാണെന്ന് പറഞ്ഞിട്ട് പുതിയ സാധനങ്ങൾ പഴയതാണെന്ന് പറഞ്ഞിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ബിസിനസ് തുടങ്ങിയിരുന്നത്. വളരെ സാമൂഹിക പ്രതിബദ്ധതയുള്ളൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ സമയം ചെലവഴിക്കാൻ ഒരു തോറ്റ MLA എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ വലിയ ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. വലിയ ദിനങ്ങളായിരുന്നു, സന്തോഷമുള്ള ദിനങ്ങളായിരുന്നു അതൊക്കെ. അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. ഒരു തോറ്റ MLA എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ സാമൂഹിക രംഗത്ത് വലിയ വളർച്ച നേടിയിരിക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ട് നമുക്ക് ബന്ധം സ്ഥാപിക്കേണ്ടതായിട്ട് വരും. അതിൻ്റെ ഭാഗമായി നല്ലൊരു ബന്ധത്തിൽ തന്നെയായിരുന്നു ആ മഹാത്മാവുമായിട്ട് ഉണ്ടായിരുന്നുള്ള ഒരു അടുപ്പവും. എന്നിരുന്നാലും നമ്മൾ മലയാളികളുടെ ഒരു ആത്മധൈര്യം അല്ലെങ്കിൽ പ്രതികരണ ശേഷി എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, ചില്ലറ കാര്യമല്ല. ശബരിമലയിൽ നിന്ന് ആൾക്കാർ എന്തൊക്കെ കട്ടെടുത്തു, എന്തൊക്കെ കള്ളത്തരം കാണിച്ചു, അതിനൊരു മറുപടി നമ്മൾ മലയാളികൾ കൊടുക്കുന്നത് കോടികൾ അവിടെ നിക്ഷേപിച്ചുകൊണ്ടാണ്. ആ നിക്ഷേപം നടക്കുന്നത് ശബരിമലയിൽ പോകുന്ന ഭക്തന്മാരുടെ നിക്ഷേപം തന്നെയാണ്. ആ നിക്ഷേപം വെറും നിക്ഷേപമല്ല, ഭക്തരുടെ രോഷമായി നിങ്ങൾ കാണണം. ഒരു മണ്ഡലകാലം കഴിയുമ്പോഴേക്കും അത് പ്രതികരിക്കുന്ന ഭക്തജന സമൂഹത്തിനെയാണ് നമ്മൾ കാണേണ്ടത്. അതുവഴി ഇത്രയും വിലപിടിപ്പുള്ള ഒരു പ്രതികരണം നമുക്ക് എവിടെയാണ് സാധ്യമാകുന്നത്, ഏത് നാട്ടിൽ നടക്കും? എന്നിരുന്നാലും വിശ്വാസം മാത്രമാണ് ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു എന്ന് അഭിപ്രായപ്പെടുന്നവർക്ക് അതിൽ പ്രതികരിക്കാൻ തീർച്ചയായും അവകാശമുണ്ട്. ഇത്രയും വിലപിടിപ്പുള്ള പ്രതികരണം അടുത്ത കാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇനിയോട്ട് കാണാനും പറ്റുമെന്ന് തോന്നുന്നില്ല.